ആത്മാന്വേഷികളായ എല്ലാവർക്കും ഇന്നത്തെ ഋഷിപ്രോക്തം ചാനലിലെ അതിവിശേഷപ്പെട്ട വീഡിയോയിലേക്ക് സ്വാഗതം. നാഗമോതിരത്തിന്റെ അത്ഭുത രഹസ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഈശാ സർപ്പസൂത്രം. നിങ്ങളേവരും എൻ്റെ കൈ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഇതൊരു സർപ്പാകൃതിയിലുള്ള ചെമ്പ് മോതിരമാണ്. ഇതിന് ഈശാ സർപ്പസൂത്രം എന്ന് പറയും. ഈശാ യോഗ സെന്ററിന്റെ അവിടുത്തെ ഉപാസകരുടെ ഒരു ചിഹ്നമാണ്. ഈ നാഗമോതിരത്തിന്റെ അത്ഭുത രഹസ്യമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് പറയുന്നത്. ആമമോതിരത്തിന്റെ വെള്ളി മോതിരത്തിന്റെയും ചെമ്പ് ധാരണത്തിന്റെയും ഒക്കെ പ്രാധാന്യത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കായിട്ട് ഞാൻ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതിവിശേഷപ്പെട്ട അറിവ് അതിലൂടെ നൽകും. ഇത് ഇഷാ യോഗ സെന്ററിന്റെ ആചാര്യനായിട്ടുള്ള സദ്ഗുരു രൂപകൽപ്പന ചെയ്ത അതിവിശേഷപ്പെട്ട ഒരു ഊർജദായകമായിട്ടുള്ള മോതിരമാണ്. നമുക്കിന്ന് ഇതിന്റെ പ്രാധാന്യവും പ്രയോജനവും ഒന്ന് പരിശോധിക്കാം. മനുഷ്യ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന അത്ഭുത ശക്തികളെ ഉണർത്താൻ കഴിയുന്ന ഒരു വിശേഷപ്പെട്ട ഉപകരണം നമുക്കുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒരുപക്ഷെ ഇത് ആഗ്രഹിച്ചു പോവുകയാണ്. അത്തരത്തിലൊരു ഉപകരണം തന്നെയാണ് ഈ സർപ്പസൂത്രം അഥവാ നാഗമോതിരം. ഇതൊരു സാധാരണ മോതിരം പോലെ തോന്നുമെങ്കിലും ആത്മീയമായിട്ടുള്ള ഊർജങ്ങളെ നിയന്ത്രിക്കാനും സാധനയെ ശക്തമാക്കാനും ഉപയോഗിക്കപ്പെടുന്ന ഒരു ദിവ്യ മോതിരമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് ഈശാ കോൺസെക്രേറ്റഡ് സ്നേക്ക് റിംഗ് അഥവാ സർപ്പസൂത്രമാണ്. ഇതിന്റെ അത്ഭുത രഹസ്യത്തിലേക്ക് നമുക്ക് കടക്കാം. സദ്ഗുരുവിന്റെ ദർശനത്തിൽ രൂപം കൊണ്ട ഈ മോതിരം, അതിന്റെ ആത്മീയത, ധാരണമുറ, പ്രയോജനങ്ങൾ, ഇത് വ്യത്യസ്തമായിട്ടുള്ള ലോഹങ്ങളിൽ ധരിച്ചാലുള്ള ഗുണങ്ങൾ, ആ ലോഹങ്ങളുടെ ഗൂഢശക്തികൾ എല്ലാം നമുക്ക് ഇന്നിവിടെ പ്രതിപാദിക്കാം. എന്താണ് ഈശാ സർപ്പസൂത്രം? ഈശാ സർപ്പസൂത്രം എന്നത് ഏതെങ്കിലും ലോഹത്തിൽ നിർമ്മിക്കുന്ന ഒരു നാഗമോതിരമാണ്. ഇതൊരു സാധാരണ ആഭരണമല്ല. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ഒരു ടൂൾ അഥവാ ഉപകരണമാണിത്. സപ്പോർട്ടിംഗ് ടൂൾ എന്നൊക്കെ പറയാം. ആത്മീയതയെ തേച്ചുരിച്ച് മിനുക്കപ്പെടുത്തിയെടുക്കാൻ ഉപകരിക്കപ്പെടുന്ന ഒരു ഉപകരണം. ഇത് കുടുംബജീവിതം നയിക്കുന്നവർക്കും ധരിക്കാവുന്നതാണ്. അതിലൊന്നും തന്നെ ഒരു തെറ്റുമില്ല. സദ്ഗുരു രൂപകൽപ്പന ചെയ്തതാണിത്. ഇതിലൂടെ ശരീരത്തിന് സ്ഥിരത ലഭിക്കുന്നു, ഊർജങ്ങളെ നിയന്ത്രിക്കുന്നു, നമ്മളുടെ ഈശ്വര സാധനയ്ക്ക് പിന്തുണ നൽകുന്നു, നമ്മുടെ ജീവശക്തിയെ വർദ്ധിപ്പിക്കുന്നു, കുണ്ടലിനി ഉണർവിന് സഹായകരമെന്ന് വിശ്വസിക്കുന്നു. കുണ്ടലിനി ശക്തി രൂപായ നാഗഭൂഷണധാരിണോ ചൈതന്യ ദേഹിമേ നിത്യം സർവസിദ്ധി പ്രദായകം. സർപ്പരൂപത്തിൽ കുണ്ടലിനി ശക്തിയെ ധരിക്കുന്നവനെ എന്നിൽ ചൈതന്യം ഉണർത്തി എല്ലാ സിദ്ധികളും എനിക്ക് നൽകണമേ. എന്തുകൊണ്ടാണ് സർപ്പരൂപം തിരഞ്ഞെടുത്തത്? യോഗശാസ്ത്ര പ്രകാരം സർപ്പരൂപം എന്നത് ചുരുണ്ടിരിക്കുന്ന കുണ്ടലിനി ശക്തിയാണ്. അതായത് മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കുന്ന പരമശക്തി. അതുകൊണ്ടാണ് സർപ്പരൂപം മോതിരമായി ധരിക്കുന്നത്. ഇത് ആത്മജാഗ്രതയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഇത് അന്തർശക്തിയുടെ പ്രതീകമാണ്. ബോധോദയത്തിലേക്കുള്ള യാത്രയുടെ അടയാളമാണ്. എൻ്റെ കയ്യിലുള്ളത് ചെമ്പ് മോതിരമാണ്. നമുക്കിനി ആദ്യം ചെമ്പ് മോതിരം, ചെമ്പിൽ തീർത്ത നാഗമോതിരത്തിന്റെ ഗുണങ്ങളൊന്ന് പരിശോധിക്കാം. ചെമ്പ് എന്നത് ഭാരതീയ സംസ്കാരത്തിൽ മഹത്തായ ഒരു ലോഹമാണ്. ചെമ്പിന്റെ ആത്മീയ ഗുണങ്ങൾ പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഏകദേശം ഈ വീഡിയോയിലും പറയുന്നതാണ്. ഇത് ഭൂമിയോടുകൂടി ബന്ധിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു, ശരീര ഊർജങ്ങളെ നിയന്ത്രിക്കുന്നു, നെഗറ്റീവ് വൈബ്രേഷൻ കുറയ്ക്കുന്നു, ജീവശക്തിയെ ശക്തമാക്കുന്നു. ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളും അറിയേണ്ടതാണ്. രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ സഹായകരമെന്ന് വിശ്വസിക്കുന്നു. ശരീരത്തിലെ ചൂട് സമതുലിതമാക്കുന്നു. പ്രകൃതിദത്തമായിട്ടുള്ള ഇതിന്റെ ധാതുഗുണം നൽകുന്നു. ഇനി ഇത് വെള്ളിയിലും നമുക്ക് ധരിക്കാവുന്നതാണ്. വെള്ളിയിൽ ധരിച്ചാലുള്ള ഗുണത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. വെള്ളി ചന്ദ്രന്റെ ലോഹമായിട്ട് കരുതപ്പെടുന്നതാണ്. അത് മനസ്സിന് ശാന്തി നൽകുന്നു, മാനസിക സംഘർഷം കുറയ്ക്കുന്നു, ധ്യാനത്തിനും ഏകാഗ്രതയ്ക്കും അത് സഹായിക്കുന്നു, വികാരങ്ങളെ സമതുലിതമാക്കുന്നു. മനസ്സിൽ അമിതമായിട്ടുള്ള ചിന്തകളുള്ളവർക്ക് വെള്ളി ധരിക്കുന്നത് ഉത്തമമാണ്. വെള്ളിയിൽ ഇത്തരം സർപ്പസൂത്രം ധരിക്കുന്നത് ശുഭപ്രദമാണ്. ഇനി ഇത് സ്വർണത്തിലും ധരിക്കാവുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നുവെങ്കിൽ സ്വർണം ധരിക്കുക. സ്വർണത്തിൽ ഈ സർപ്പരൂപം ധരിച്ചാലുള്ള പ്രയോജനം നമുക്കൊന്ന് പരിശോധിക്കാം. സ്വർണം എന്നത് സൂര്യശക്തിയുടെ പ്രതീകമാണ്. അത് ധരിക്കുന്നതിലൂടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, നിങ്ങളുടെ ഓറ മെച്ചപ്പെടുത്തുന്നു, അതായത് ഊർജ്ജ വലയം മെച്ചപ്പെടുന്നു, ആകർഷണ ശക്തി അതുമൂലം കൂടുന്നു, അത് ധനസമൃദ്ധി
സമൃദ്ധിയുടെ പ്രതീകമാണ്. ആത്മീയതയും ഐശ്വര്യവും ഒരുമിച്ച് ആഗ്രഹിക്കുന്നവർക്ക് സ്വർണം ശ്രേഷ്ഠമാണ്. സ്വർണം തേജപ്രദം നിത്യം, രജതം ചന്ദ്രശീതളം, താമ്രഭൂമവും സ്ഥിരത്വം ച ത്രയം ശുഭഫലപ്രദം. സ്വർണം നിങ്ങൾക്ക് തേജസ് നൽകുന്നു, വെള്ളി ശാന്തി നൽകുന്നു, ചെമ്പ് നിങ്ങൾക്ക് സ്ഥിരത നൽകുന്നു. ഈ 3 ലോഹങ്ങളും ഒന്നിച്ച് ധരിച്ചാൽ അത് നിങ്ങൾക്ക് മംഗളം നൽകുന്നു. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഇത് പഞ്ചലോഹത്തിൽ ധരിക്കാറുണ്ട്. പഞ്ചലോഹത്തിലും ഇത് ധരിക്കാം. പഞ്ചലോഹത്തിൽ ചെമ്പ്, വെള്ളി, സ്വർണം എന്നിവയുടെയൊക്കെ കൃത്യമായ അനുപാതം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ പല പഞ്ചലോഹങ്ങളിലും സ്വർണത്തിൻ്റെ അളവ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പഞ്ചലോഹത്തിന് സ്വർണത്തിൻ്റെ ഗുണം ചിലപ്പോൾ ലഭിച്ചു എന്ന് വരില്ല. എന്നിരുന്നാലും പഞ്ചലോഹം ധരിക്കുന്നതും ഉത്തമമാണ്. എൻ്റെ കയ്യിലുള്ളത് ചെമ്പ് മോതിരമാണ്. ചെമ്പിൻ്റെ ഒരു വളയും എൻ്റെ കയ്യിലുണ്ട്, വെള്ളി ആഭരണവും ഉണ്ട്, സ്വർണവും ഉണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ധരിക്കണം എന്ന് ഒന്ന് പരിശോധിക്കാം. ഇത് ഇടത് കൈയിലെ മോതിരവിരൽ ധരിക്കാനാണ് സദ്ഗുരുവിൻ്റെ ഉപദേശം. നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരിക്കൽ ധരിക്കുന്നവർ എപ്പോഴും അത് സൂക്ഷിക്കുന്നത് ഉത്തമമാണ്. മറ്റുള്ളവർ ധരിച്ച മോതിരത്തെ ധരിക്കാതിരിക്കുക. ഇത് ഒരു വ്യക്തിക്കായിട്ട് രൂപകൽപ്പന ചെയ്തതാണ്, ഊർജം അതിലേക്ക് വിന്യസിച്ചിട്ടുള്ളതാണ് എന്നർത്ഥം. അതായത് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ധരിച്ചത് മറ്റൊരു വ്യക്തി ധരിക്കാതിരിക്കുക, പുതിയത് വാങ്ങി ധരിക്കുക. ഇത് ചെമ്പ് മോതിരം, ഈ ചെമ്പ് മോതിരം മിഷ ലൈഫ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് 40 രൂപയ്ക്കൊക്കെ കിട്ടുന്നതാണ്. വെള്ളിക്കും സ്വർണത്തിനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ടാകും. ഇത് നമ്മുടെ ഊർജത്തെ സംരക്ഷിക്കുന്നു. ഇതൊരു ഗ്രൗണ്ടിങ് റോഡ് പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള ഊർജത്തെ നഷ്ടപ്പെടുത്താതെ എന്നാൽ ആവശ്യമുള്ള ഊർജത്തെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് നൽകിയും ഒക്കെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു. ഇത് ധരിക്കുന്ന വ്യക്തിയുടെ ഊർജം ചിതറിപ്പോകാതിരിക്കാൻ സഹായിക്കുന്നു. സാധനയിൽ ശരീരത്തെ സ്ഥിരമാക്കുന്നു. പ്രാർത്ഥന, മന്ത്രജപം തുടങ്ങി ആധ്യാത്മികമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഇത് ഒട്ടേറെ ഫലപ്രദമാണ്. കൂടാതെ ഇതിന് ധ്യാനലിംഗത്തിന്റെ ശക്തിയുണ്ട്. ഈ മോതിരം ധ്യാനലിംഗത്തിൽ പൂജിച്ച് ശക്തീകരിക്കപ്പെട്ടതാണ്. ഇഷ സെന്ററിൽ നിന്ന് വാങ്ങിക്കുന്ന ഏതൊരു മോതിരവും അത്തരത്തിൽ പൂജിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ലോഹമല്ല, ഒരു മോതിരമല്ല, ജീവൻ തുടിക്കുന്ന ഒരു ആത്മീയ ഉപകരണമാണ്. ഇതിന്റെ ശുദ്ധീകരണം കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. മോതിരത്തിന് തിളക്കം നഷ്ടപ്പെട്ടാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? തിളക്കം നഷ്ടപ്പെടുമോ? ചിലപ്പോഴൊക്കെ ഇതിന് തിളക്കം നഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ട്. അത് നമ്മളുടെ ആരോഗ്യത്തിന്റെ അപചയത്തിന് സൂചനയാണ്, അപചയനത്തിന് മുമ്പുള്ള സൂചനയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും പനി, ജലദോഷം തുടങ്ങിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ സൂചന എന്നോണം ഇതിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നു. ആ സമയത്ത് നമ്മൾ ശരീരത്തെ കൂടുതൽ ശ്രദ്ധിക്കുക. ഇതിന് തിളക്കം നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ആരോഗ്യം പൂർവ്വസ്ഥിതിയിലാകുന്ന സമയത്ത് തിളക്കം വീണ്ടെടുത്ത് കാണുകയാണ് ചെയ്യുന്നത്. എന്നാൽ അമിതമായിട്ട് ഇത് തിളക്കം നഷ്ടപ്പെട്ടാൽ ഇത് നാരങ്ങ നീര് ഉപയോഗിച്ച് തുടയ്ക്കുക. പുളി പുരട്ടിയും കഴുകാം. വെള്ളത്തിൽ കഴുകി ഉണക്കിയെടുക്കുക, അതായത് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഊർജം വരുത്തിയെടുക്കുക. ഇതിലൂടെ നമുക്ക് ചെമ്പിന്റെ പ്രകാശം തിരിച്ച് ലഭിക്കുന്നതാണ്. സർപ്പം ചുറ്റിയ മോതിരത്തിൽ ശക്തി നിദ്രയിൽ കാത്തിരിക്കും. ചെമ്പിന്റെ താളത്തിൽ ജീവൻ നൃത്തം ചെയ്യുമ്പോൾ ചൈതന്യമുള്ളിൽ ജ്വലിച്ചിരിക്കുന്നു. ഇത് ആർക്കൊക്കെ ധരിക്കാം? നിത്യം ധ്യാനം അഭ്യസിക്കുന്നവർ, നിത്യം യോഗാഭ്യാസികൾ, ആത്മീയ അന്വേഷികൾ, മാനസിക അസ്വസ്ഥത അനുഭവപ്പെടുന്നവർ, കുടുംബജീവിതത്തോടൊപ്പം ആത്മീയമായിട്ടുള്ള അറിവും സാധനയും ഒക്കെ ഒരുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഊർജത്തിന് സ്വതവേ ക്ഷയം തോന്നുന്നവർ, ആരോഗ്യത്തിന് ക്ഷയമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, ഇവർക്കൊക്കെ ഇത് ധരിക്കാവുന്നതാണ്. വിശ്വാസമുള്ള ആർക്കും ഇത് ധരിക്കാം. ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഈശ സർപ്പസൂത്രം വെറും ഒരു മോതിരം മാത്രമല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളിൽ ഉറങ്ങുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്താനുള്ള ഒരു വിളി അഥവാ സമയമായി എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. കോപ്പർ അഥവാ ചെമ്പ് നിങ്ങൾക്ക് സ്ഥിരത നൽകുമ്പോൾ, വെള്ളി നിങ്ങൾക്ക് ശാന്തിയും സ്വർണം നിങ്ങൾക്ക് തേജസ്സും നൽകുന്നു. നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് ലോഹത്തെ ധരിക്കുക. ഹര ഹര മഹാദേവ. ഓം നമഃശിവായ. വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള അതിവിശേഷപ്പെട്ട അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.